ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. ഒരു കുഞ്ഞു കഥ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കുട്ടി, പക്ഷെ ആ കുട്ടിക്കും 15 വയസ്സാണ്. ആ കുട്ടിയും നിങ്ങളെപ്പോലെ ഈ വർഷം SSLC ബാച്ചിലാണ്. സോ ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? 2024 ഏപ്രിൽ മാസത്തിൽ തന്നെ, ഏപ്രിലിൻ്റെ തുടക്കത്തിൽ തന്നെ നാട്ടിലുള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ SSLC ട്യൂഷന് വേണ്ടി ജോയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. 9ാം ക്ലാസ്സിലെ സകലമാന തരികിടകളും മറന്നുകൊണ്ട് 10ാം ക്ലാസ് മുതൽ ഗംഭീരമായി പഠിക്കാൻ വേണ്ടി ആ കുട്ടി തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും SSLCയിലെ ആദ്യത്തെ ക്ലാസ്സുകൾ, ഏപ്രിൽ മാസത്തിലൊക്കെ തുടങ്ങിയ ആദ്യത്തെ ക്ലാസ്സുകൾ കുട്ടി അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുന്നു. ഇംഗ്ലീഷിലെയും മാത്സിലെയും ഫിസിക്സിലെയും സോഷ്യൽ സയൻസിലെയൊക്കെ ആദ്യത്തെ ചാപ്റ്റർ അത്രമേൽ ആവേശത്തോടു കൂടി ആ കുട്ടി പഠിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു ഏപ്രിലൊക്കെ കഴിഞ്ഞ് മെയ് മാസവും കഴിഞ്ഞ് ജൂണിൽ സ്കൂളൊക്കെ തുറന്നപ്പോൾ ആ കുട്ടിയുടെ ആവേശം കുറച്ചൊന്ന് അടങ്ങുകയാണ്. പിന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നും ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നും ഒക്കെ എങ്ങനെ എടുക്കുന്നുണ്ട് എന്നല്ലാതെ എന്തൊക്കെ എവിടെയൊക്കെ എടുത്തു, ഏതൊക്കെ പഠിപ്പിച്ച് തീർന്നു, എന്തൊക്കെ പഠിപ്പിച്ച് തീരാനുണ്ട് എന്നുള്ള ആ ട്രാക്കൊക്കെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. ഭയങ്കര ആവേശത്തിൽ തുടങ്ങിയ ഒരു കലാപരിപാടിയാണ്, പക്ഷെ ഇപ്പോൾ ഒട്ടും ആവേശമില്ല. എന്താ കാരണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ മാസം കഴിഞ്ഞു, ഓഗസ്റ്റ് മാസമായി. ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ടൈം ടേബിൾ വരികയാണ്. സെപ്റ്റംബർ മാസം 3-ാം തീയതി ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ള ടൈം ടേബിൾ. അന്ന് ഏപ്രിൽ മാസത്തിൽ ആ കുട്ടി കണ്ട ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിൽ ഗംഭീരമായി സ്കോർ ചെയ്യുമെന്നും ഇത്തവണ ഞാൻ എൻ്റെ എല്ലാ തരികിടകളും മാറ്റിവെച്ച അടിപൊളിയായി പഠിക്കുമെന്നും എൻ്റെ പാരൻസിനെ, എൻ്റെ ടീച്ചേഴ്സിനെ, എൻ്റെ ഫ്രണ്ട്സിനെ പ്രൗഡാക്കുമെന്ന് ആ കുട്ടി അന്ന് കണ്ട സ്വപ്നം വീണ്ടും ആ കുട്ടി പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രശ്നം, അന്ന് ആ സ്വപ്നം കാണുന്ന സമയത്ത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പിൽ 5 മാസത്തോളം ഓണപരീക്ഷയ്ക്ക് മുമ്പ് ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ടൈം ടേബിൾ വന്ന് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മുമ്പിൽ ബാക്കിയുള്ളത് 25 ദിവസങ്ങളാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, 25 days. അടുത്തതായി ആ കുട്ടി ചെയ്തു നോക്കിയത് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കുന്നു. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓണപരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചു തീർക്കാനുണ്ട് എന്ന് നോക്കുന്നു. ആ കുട്ടി അത്ഭുതപ്പെട്ടു പോവുകയാണ്, അതായത് ഷോക്ക്ഡ് ആവുകയാണ്. 39 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. 39 എന്ന് പറയുമ്പോൾ കുറച്ച് അത്ഭുതമുണ്ട് അല്ലേ? കൃത്യമായ കണക്ക് നിങ്ങൾ കേട്ടോളൂ. മാത്സിൽ 4 ചാപ്റ്റേഴ്സ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും 2.5 ചാപ്റ്റർ വീതം, ബയോളജിയിൽ 3 ചാപ്റ്റർ, സോഷ്യൽ സയൻസിൽ 7 ചാപ്റ്റർ, ഇംഗ്ലീഷിൽ 6 ചാപ്റ്റർ, ഹിന്ദിയിൽ 4, മലയാളം സെക്കൻഡിൽ 4, മലയാളം ഫസ്റ്റിലാണ്. സോ 25 ദിവസവും 39 ചാപ്റ്റേഴ്സും. ഇനിയാണ് ചോദ്യം, സർ, ഞാൻ ആ കണ്ട സ്വപ്നം, ഏപ്രിൽ മാസത്തിൽ ഞാൻ ആരംഭിച്ച യാത്ര എവിടെയും എത്താതെ പോവാണോ? എനിക്ക് ഈ റേസ്, എനിക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, നൗ കം ബാക്ക് ടു റിയാലിറ്റി. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ കഥ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കഥയിലെ നായകനും നായികയും ഒക്കെ നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ വന്നത് നിങ്ങൾ ഈ കണക്ക് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇന്നു മുതൽ അധ്വാനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഇന്നു മുതൽ കൃത്യമായൊരു പ്ലാൻ, കൃത്യമായൊരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ 25 ദിവസത്തിനുള്ളിൽ 39 ചാപ്റ്ററും ഗംഭീരമായി നമ്മൾ പഠിക്കും. പക്ഷെ അതിന് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. നിങ്ങൾ ഏപ്രിൽ മാസം മുതൽ സ്വപ്നം കണ്ട ആ സ്വപ്നത്തിനൊരു പ്രശ്നമുണ്ട്. ഇറ്റ് വാസ് നോട്ട് ബാക്ക്ഡ് അപ്പ് ബൈ എ പ്രോപ്പർ പ്ലാൻ. സോ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ 25 ദിവസങ്ങളിൽ കൃത്യമായി ആ പരീക്ഷയ്ക്ക് വേണ്ടി ടൈം, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? മൂന്നാമത്തെ കാര്യം, ഇനി മുതൽ അങ്ങോട്ടുള്ള 25 ദിവസങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി പഠിത്തം മാത്രമാണ് എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ സർവ്വസന്നാഹങ്ങളുമായി എന്നത്തെയും പോലെ സൈലോവും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഓണപരീക്ഷ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. സോ നിങ്ങളുടെ കോൺഫിഡൻസിനെ, നിങ്ങളുടെ എനർജി ലെവലിനെ ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ആ പരീക്ഷയെ അത്രമേൽ ഗംഭീരമായി നമ്മൾ ടാക്കിൾ ചെയ്യണം.
അതിനുള്ള സൈലത്തിൻ്റെ ഒരു വൺ ഷോട്ട് സൊല്യൂഷനാണ് അസ്ത്ര 3.0 ബാച്ച്. ഈ വരുന്ന ഓണപരീക്ഷയിലെ മുഴുവൻ ചാപ്റ്റേഴ്സും അത്രമേൽ സിസ്റ്റമാറ്റിക്കായി എക്സാം ഓറിയൻറ്റഡ് ആയി നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ റിവൈസ് ചെയ്തിരുന്നു. ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 25 ദിവസവും 39 ചാപ്റ്റേഴ്സും, ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ ഗെയിം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. 3499 എന്നൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ബാച്ച് കൊടുക്കുന്നതെങ്കിലും ചില ആളുകൾക്ക് ഈ പൈസ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കൊരു സന്തോഷ വാർത്ത, ഈ വരുന്ന ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് ആ എമൗണ്ട് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ഇനിയും നിങ്ങൾ കാത്തു നിൽക്കേണ്ട വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻസ്റ്റാ ലേൺ പോലെയുള്ള, പോൾ അറ്റാക്ക് പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആൻഡ് ഈ പറയുന്ന ഫീസിൽ 2025 SSLC എക്സാം കഴിയുന്നത് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളും റിവിഷൻ ബാച്ചുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത് ഓണപരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ വർഷം മുഴുവൻ നിങ്ങളെ ഗംഭീരമായി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഗോ ഗ്രാബ് ഇറ്റ്. ഐ വിൽ സീ യു ദെയർ. താങ്ക് യു.